ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഇന്ന് നോയമ്പിൻ്റെ 42-ാം ദിവസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നവർ. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ. യേശു അവരോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവനും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഇന്ന് സഭയായി ചിന്തിക്കുന്ന വിഷയം ഇത് നീ വിശ്വസിക്കുന്നുവോ എന്നാണ്. ഈ ഭാഗത്ത് നാം കാണുന്നത് ലാസർ മരിച്ചിട്ട് 4 ദിവസം ആയപ്പോഴാണ് യേശു ബെഥാനിയയിലേക്ക് എത്തുന്നത്. യേശുവിനെ സ്വീകരിക്കുവാനും സ്വാഗതം ചെയ്യുവാനും മാർത്തയാണ് മുൻകൈയെടുത്തത്. ജീവൻ്റെ ഉടയനായ യേശുവിൻ്റെ സാന്നിധ്യം മരണത്തിൻ്റെ ദുർഗന്ധമകറ്റി ജീവൻ്റെ സുഗന്ധം പരത്തുന്നു. യേശുവിൻ്റെ വിളി കേട്ട് ലാസർ നിദ്ര വിട്ട് എഴുന്നേറ്റതായി നാം ഇവിടെ കാണുന്നു. നിങ്ങളുമായി ഒരു ചെറിയ ചിന്ത പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നാണ് ആ ചിന്ത. മരണ വീട്ടിലേക്ക് വരുന്ന യേശുവിനെ മാർത്ത വരവേൽക്കുന്നതായി നാം ഈ ഭാഗത്ത് കാണുന്നു. മാർത്തയും യേശുവുമായുള്ള സംഭാഷണം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ യേശു ആരാകുന്നു എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം. മാർത്ത യേശുവിനോട് പറയുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അവിടെ മാർത്തയുടെ വിശ്വാസത്തെയാണ് നാം കാണുന്നത്. അപ്പോൾ യേശു കർത്താവ് മാർത്തയോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. അത് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. മാർത്ത ഉത്തരമായി, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൾ ഉത്തരം പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് കല്ലറയിൽ നോക്കി ലാസറിനോട് പറഞ്ഞു, ലാസറെ പുറത്തു വരിക. ആ സമയം ലാസർ എഴുന്നേറ്റ്. ഈ ഭാഗത്ത് ദൈവമായ കർത്താവ് താൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്ന ഇവനും മരിച്ചാലും ജീവിക്കും എന്ന് പറയുന്നതായി നാം കാണുന്നു. ദൈവം നിരന്തരം മനുഷ്യനോട് ഉന്നയിക്കുന്ന ചോദ്യമാണ്, നീ ഇത് വിശ്വസിക്കുന്നുവോ എന്ന്. ഈ നോമ്പ് കാലത്ത് മാർത്ത തൻ്റെ ഗുരുവിനെ വിശ്വസിച്ചതുപോലെ നമുക്കും ദൈവമായ കർത്താവിൽ വിശ്വസിച്ച് ഒരു പുതുജീവൻ നേടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.